ഹായ് സ്റ്റുഡൻസ്, അങ്ങനെ നമ്മുടെ ഫസ്റ്റ് സെമസ്റ്റർ റെഗുലർ ഇംപ്രൂവ്മെൻറ്റ് സപ്ലിമെൻ്ററി പരീക്ഷയുടെ ഫീസ് അടയ്ക്കാനുള്ളത് വന്നു. ടൈം ടേബിൾ ഉടൻ തന്നെ വരും. അപ്പം നമുക്ക് എങ്ങനെ മാത്സിന് ഫുൾ മാർക്ക് വാങ്ങിക്കാം, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് സെമസ്റ്റർ കോംപ്ലിമെൻ്ററി മാത്തമാറ്റിക്സ് ഫോർ BSc ഫിസിക്സ്, കെമിസ്ട്രി, ജിയോളജി, ഫുഡ് സയൻസ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ മെയിൻ്റെനൻസ് അവരുടെ കോംപ്ലിമെൻ്ററി പേപ്പറായ മാത്തമാറ്റിക്സ് ആണ്. എങ്ങനെ ഫുൾ മാർക്ക് വാങ്ങിക്കാം? അപ്പോൾ നമ്മൾ ഈ സിലബസിൽ CBCS എന്ന 2017 തുടങ്ങിയ സിലബസിലെ ഇതുവരെ നടന്ന എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. ആകെ 4 ക്വസ്റ്റ്യൻ പേപ്പറാണ് ഉള്ളത്. അത് 4ഉം നമ്മൾ ഡിസ്കസ് ചെയ്യും. അത് ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങളുടെ സിലബസിൽ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, എങ്ങനെയൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും എന്നൊക്കെ. അപ്പം നമുക്ക് നോക്കാം. അപ്പം നിങ്ങളുടെ സിലബസ് നോക്കിക്കേ. UG CBCS 2017. അപ്പം MM1CM T01 പാർഷ്യൽ ഡിഫറൻസിയേഷൻ, മെട്രീസസ്, ട്രിഗ്നോമെട്രി ആൻഡ് ന്യൂമറിക്കൽ മെത്തേഡ്സ്. ഇതാണ് പേപ്പറിൻ്റെ പേര്. നമുക്ക് 4 മോഡ്യൂളാണ് ഉള്ളത്. മോഡ്യൂൾ 1 പാർഷ്യൽ ഡിഫറൻസിയേഷൻ, മോഡ്യൂൾ 2 മെട്രീസസ്, മോഡ്യൂൾ 3 ട്രിഗ്നോമെട്രി, മോഡ്യൂൾ 4 ന്യൂമറിക്കൽ മെത്തേഡ്സ്. അപ്പം ഇത് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേണൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പാർട്ട് എ, പാർട്ട് ബി, പാർട്ട് സി. പാർട്ട് എയിൽ 2 മാർക്കുള്ള 12 ചോദ്യം ഉണ്ട്. പാർട്ട് ബിയിൽ 5 മാർക്കുള്ള 9 ചോദ്യമുണ്ട്. പാർട്ട് സിയിൽ 15 മാർക്കുള്ള 4 ചോദ്യമുണ്ട്. റെഗുലർ ഒഴിച്ച്, അതായത് 2020 അഡ്മിഷൻ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും ഈ പാറ്റേണിലായിരിക്കും. അതായത് 12-ന് 10 ചോദ്യം 2 മാർക്ക്, 9-ന് 6 ചോദ്യം 5 മാർക്ക്, 4-ന് 2 ചോദ്യം 15 മാർക്ക്, അങ്ങനെ 20, 30, 30, 80 മാർക്കിനാണ് പരീക്ഷ. ഇപ്പോൾ കോവിഡ് സാഹചര്യമായതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ കോവിഡ് സാഹചര്യം ഉണ്ടോ എങ്കിൽ ആ സെമ്മിലെ പരീക്ഷ നമുക്ക് പുതിയൊരു പാറ്റേണിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2020 അഡ്മിഷൻകാർക്ക് പാറ്റേണ് ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണമല്ല ഇങ്ങനെയാണ്. ഓരോ മോഡ്യൂളിലെ ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഇതാണ്. പക്ഷേ അറ്റൻഡ് ചെയ്യേണ്ടത് പാർട്ട് എയിൽ 12-ന് 6 ചെയ്താൽ മതി. ഓരോന്നിനും 3 മാർക്ക്. അപ്പോൾ 3 × 6 18 മാർക്ക്. പാർട്ട് ബിയിൽ 9-ന് 4 ചെയ്താൽ മതി. ഓരോന്നിനും 8 മാർക്ക്. അപ്പോൾ 4 × 8 32. പാർട്ട് സിയിലെ 3 ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യാം. 3ഉം നോക്കും 15 മാർക്ക് വീതം. പക്ഷെ മാക്സിമം 30 മാർക്ക് കിട്ടത്തുള്ളൂ. അങ്ങനെ 80 മാർക്ക്. പിന്നെ ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ നമ്മുടെ പാർഷ്യലാണ് ഫസ്റ്റ് മോഡ്യൂള്. പാർട്ട് എയിൽ 3 ചോദ്യം, പാർട്ട് ബിയിൽ 3 ചോദ്യം, എസ്എ ക്വസ്റ്റ്യൻ ഇല്ല. മൊഡ്യൂൾ 2 മെട്രീസസ് ആണ്. അതിൽ നിന്നാണ് 2 എസ്എ, 3 പാർട്ട് എ, 2 പാർട്ട് ബി. ട്രിഗ്നോമെട്രി നോക്കുകയാണെങ്കിൽ 4 എ പാർട്ട്, 2 ബി പാർട്ട്, 1 എസ്എ. ലാസ്റ്റ് മോഡ്യൂൾ ന്യൂമറിക്കൽ മെത്തേഡ്സിനകത്ത് പാർട്ട് എ 2, പാർട്ട് ബി 2, എസ്എ 1 ചോദ്യം. അങ്ങനെയാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ സിലബസിനകത്ത് നോക്കുകയാണെങ്കിൽ പാർഷ്യൽ ഡിഫറൻസിയേഷനകത്തുനിന്ന് എസ്എ ക്വസ്റ്റ്യൻ ഇല്ല. കൊച്ചു കൊച്ചു കാര്യങ്ങളാണ്. ഫങ്ഷൻസ് ഓഫ് സെവറൽ വേരിയബിൾസ്, ഡെഫിനിഷൻ ആൻഡ് സിമ്പിൾ ഗ്രാഫ്സ് ഓൺലി, പാർഷ്യൽ ഡെറിവേറ്റീവ്സ്, ചെയിൻ റൂൾ. അത്രയും കാര്യങ്ങളാണ് പാർഷ്യൽ ഡിഫറൻസിയേഷൻ. മൊഡ്യൂൾ 2 മെട്രീസസ് 2 എസ്എ മെട്രീസസ് ആണ്. ഒരു മെട്രിക്സിൻ്റെ റാങ്ക് കാണാൻ അത് നോർമൽ ഫോം, എലമെൻ്ററി ട്രാൻസ്ഫോർമേഷന്, റോ ട്രാൻസ്ഫോർമേഷന്, പിന്നെ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ, ഹോമോജീനിയസ്, നോൺ ഹോമോജീനിയസ്, പിന്നെ ക്യാരക്ടറിസ്റ്റിക് റൂട്ട്, ക്യാരക്ടറിസ്റ്റിക് വെക്ടേഴ്സ്, ക്യാരക്ടറിസ്റ്റിക് മെട്രിക്സ്, ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷന്, കെയ്ലി ഹാമിൽട്ടൺ തിയറം, അതുപയോഗിച്ച് എങ്ങനെ ഇൻവേഴ്സ് കാണാമെന്നൊക്കെ ഉള്ള കാര്യങ്ങളാണ്. മോഡ്യൂൾ 3-ൽ ട്രിഗ്നോമെട്രിയാണ്. സൈൻ എൻ തീറ്റ, കോസ് എൻ തീറ്റ, ടാൻ എൻ തീറ്റ, അതിൻ്റെ എക്സ്പാൻഷന്, സൈൻ റേസ് ടു എൻ തീറ്റ, കോസ് റേസ് ടു എൻ തീറ്റ, അതിൻ്റെ എക്സ്പാൻഷനുകൾ, സർക്കുലാർ ഫംഗ്ഷന്, ഹൈപ്പർബോളിക് ഫംഗ്ഷന്, ഇൻവേഴ്സ് സർക്കുലാർ, ഇൻവേഴ്സ് ഹൈപ്പർബോളിക് ഫംഗ്ഷൻസ്, സെപ്പറേഷൻ ഇൻറ്റു റിയൽ ആൻഡ് ഇമാജിനറി പാർട്ട്, സമ്മേഷൻ ഓഫ് ഇൻഫിനിറ്റ് സം ബേസ്ഡ് ഓൺ C+IS മെത്തേഡ്. ന്യൂമറിക്കൽ മെത്തേഡ്സിനകത്ത് 4 മെത്തേഡാണ് പ്രധാനമായിട്ടും. ബൈസെക്ഷൻ മെത്തേഡ്, മെത്തേഡ് ഓഫ് ഫോൾസ് പൊസിഷൻ, ഐട്രേഷൻ മെത്തേഡ്, ന്യൂട്ടൺ റാപ്സൺ മെത്തേഡ്. പിന്നെ ഓരോ സിലബസ് നിങ്ങൾ കണ്ടതാണ്. ഈ 4 മോഡ്യൂളിൻ്റെയും
വീഡിയോസ് എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഓരോ മോഡ്യൂളിൻ്റെ പ്ലേലിസ്റ്റ് ലിങ്ക് ഞാൻ ഇട്ടേക്കാം. നിങ്ങൾ ശരിക്ക് പഠിക്കുക, ഫുൾ മാർക്ക് വാങ്ങിക്കുക. അപ്പോൾ മാത്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പ്രത്യേകത, നിങ്ങൾ ഓപ്ഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഫുൾ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യണം. ആദ്യമേ ഓപ്ഷൻ അനുസരിച്ചുള്ള കാര്യങ്ങൾ സെലക്ട് ചെയ്ത് നല്ലതുപോലെ എഴുതുക. എന്നിട്ട് എഴുതി കഴിഞ്ഞ ഉടനെ പോവല്ല. നമുക്ക് 3 മണിക്കൂറാണ് പരീക്ഷ. ചിലപ്പോൾ 2-2.5 മണിക്കൂർ കൊണ്ട് ഈ ഓപ്ഷൻ അനുസരിച്ച് തീരും. അന്നേരം ഇറങ്ങി പോവല്ല. ബാക്കിയുള്ള സമയം നമ്മൾ എഴുതാത്ത ക്വസ്റ്റ്യൻ നമ്പർ ഇട്ട് എന്തെങ്കിലുമൊക്കെ അറ്റൻഡ് ചെയ്യണം. കാരണം ഒരു ക്വസ്റ്റ്യനിൽ മിസ്റ്റേക്ക് പറ്റിയാൽ എനി റീസണബിൾ അറ്റംപ്റ്റിന് മാർക്ക് കിട്ടും മാത്സിന്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. ഏറ്റവും ആദ്യം നടന്നത് 2017 ബാച്ചാണ്. 2017 ബാച്ചിൻ്റെ ഫസ്റ്റ് സെം പരീക്ഷ നടന്നത് 2018 ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ്. അപ്പോൾ നമുക്ക് പാർട്ട് എയിലെ ചോദ്യങ്ങളൊന്ന് നോക്കാം. ഫൈൻഡ് എഫ് എക്സ് എക്സ് ഫോർ ദ ഫംഗ്ഷൻ എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് വൈ. അപ്പം നമുക്ക് എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് വൈ ആണ്. അപ്പം സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ്. അപ്പോൾ ആദ്യമേ ഇതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുക. അപ്പോൾ എന്തുവാ 1 പ്ലസ് 0 പ്ലസ് വൈ. അപ്പോൾ 1 പ്ലസ് വൈ എന്ന് കിട്ടും. വീണ്ടും എക്സ് വെച്ച് ഡെറിവേറ്റീവ് എടുക്കുക. അപ്പോൾ 1ൻ്റെ ഡെറിവേറ്റീവ് 0, വൈയുടെ ഡെറിവേറ്റീവ് 0. അപ്പോൾ ആൻസർ 0 എന്ന് പറയാം. സ്റ്റേറ്റ് ദ മിക്സഡ് ഡെറിവേറ്റീവ് തിയറം. മിക്സഡ് ഡെറിവേറ്റീവ് തിയറം എന്താണ്? സെക്കൻഡ് ഡെറിവേറ്റീവിൽ എഫ് എക്സ് വൈയും എഫ് വൈ എക്സും ഈക്വൽ ആവും എപ്പോഴാണ്? കണ്ടിന്യൂസ് ആകുമ്പോൾ. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിക്ക് പഠിക്കുക. റൈറ്റ് ദ ചെയിൻ റൂൾ ഫോർ ഫങ്ഷൻസ് ഓഫ് 2 ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. അപ്പം ചെയിൻ റൂൾ കുറേ ഉണ്ട്. 2 ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൻ്റെ ഉണ്ട്, 3 ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൻ്റെ ഉണ്ട്, 1 ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൻ്റെ ഉണ്ട്, അങ്ങനെ പലതുണ്ട്. അത് ചെയിൻ റൂൾ വരച്ച് ആ റൂള് ഒരു ഡയഗ്രം ഉണ്ട്, അതുകൂടെ വരച്ച് വെച്ചാൽ ഫുൾ മാർക്ക് കിട്ടും. അടുത്തത് ഫൈൻഡ് ദ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ഓഫ് 2x2 മെട്രിക്സ് 1 2 0 3. അപ്പോൾ എന്താ തന്നേക്കുന്നതിനെ എ എന്ന് വിളിച്ചു. പിന്നെന്താ എ മൈനസ് ലാംഡ ആയി ചെയ്യുക. അപ്പോൾ എന്തോ 1 മൈനസ് ലാംഡ 2 0 3 മൈനസ് ലാംഡ. അതിൻ്റെ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കുക. അതാണ് പോളിനോമിയൽ. ഇക്വേഷൻ എന്ന് വെച്ചാൽ ആ ഡിറ്റർമിനൻ്റ് ഈക്വൽ ടു 0 ആണ്. നെക്സ്റ്റ് ഡിഫൈൻ സിംഗുലാർ ആൻഡ് നോൺ സിംഗുലാർ മെട്രിക്സസ് വിത്ത് എക്സാമ്പിൾ. ഒരു മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് 0 ആണെങ്കിൽ സിംഗുലാർ മെട്രിക്സ്. എക്സാമ്പിൾ ഇപ്പം 2x2 മെട്രിക്സ് 1 2 2 4. നോൺ സിംഗുലാർ മെട്രിക്സ് എന്ന് വെച്ചാൽ ഒരു മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് 0 അല്ല എങ്കിൽ എക്സാമ്പിൾ 1 0 0 1 എന്ന് പറഞ്ഞാൽ 2x2 മെട്രിക്സ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എ എന്ന് പറഞ്ഞത് 2x2 മെട്രിക്സ് 1 2 -1 3 തന്നേക്കുമാണ്. റാങ്ക് ഓഫ് എ സ്ക്വയർ. അപ്പം എ സ്ക്വയർ കണ്ടുപിടിക്കുക. എ ഇൻറ്റു എ കണ്ടുപിടിക്കുക, ഒരു മെട്രിക്സ് കിട്ടും. അതിൻ്റെ റാങ്ക് കണ്ടുപിടിക്കുക. റാങ്ക് കണ്ടുപിടിക്കാൻ പല മെത്തേഡുണ്ട്. എന്താ ആദ്യമേ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിച്ചിട്ട് ഡിറ്റർമിനൻ്റ് 0 അല്ല എങ്കിൽ അതിൻ്റെ ഓർഡർ ആയിരിക്കും റാങ്ക് 2 എന്ന് പറയാം. 0 ആയി കിട്ടുന്നതെങ്കിൽ നമ്മൾ അതിൻ്റെ ചെറുത് 1 നോക്കുക. അതിൻ്റെ കാര്യങ്ങളുണ്ട്. പിന്നെ റോ ട്രാൻസ്ഫോർമേഷൻ മെത്തേഡുണ്ട്, നോർമൽ ഫോം ഉണ്ട്, അങ്ങനെ പല മെത്തേഡ് റാങ്ക് കണ്ടുപിടിക്കാം. അടുത്ത് റൈറ്റ് ബൈനോമിയൽ തിയറം ഫോർ റിയൽ ക്വാണ്ടിറ്റീസ്. അപ്പം ബൈനോമിയൽ തിയറം എന്ത്? എ പ്ലസ് ബി ദ ഹോൾ റൈസ് ടു എൻ, എ റൈസ് ടു എൻ പ്ലസ് എൻ സി 1, എ റൈസ് ടു എൻ മൈനസ് 1, ബി റൈസ് ടു 1 പ്ലസ് എക്സെട്ര പ്ലസ് ബി റൈസ് ടു എൻ എന്ന് പറഞ്ഞ് അത് ശരിക്ക് എഴുതി പഠിക്കാം. നെക്സ്റ്റ് യൂസിങ് ഓയിലേഴ്സ് എക്സ്പോണൻഷ്യൽ വാല്യൂസ് പ്രൂവ് ദാറ്റ് സൈൻ എക്സ് പ്ലസ് വൈ ഈസ് ഇക്വൽ ടു സൈൻ എക്സ് കോസ് വൈ പ്ലസ് കോസ് എക്സ് സൈൻ വൈ. അപ്പോൾ എക്സ്പോണൻഷ്യൽ ഉപയോഗിച്ചാണ് ചെയ്യേണ്ടത്. അപ്പോൾ എന്താണ് ഈ റൈസ് ടു ഐ എക്സിൻ്റെ ടേംസിലൊക്കെ ഈ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുള്ളതായിരിക്കുമല്ലോ, ആ രീതിയിൽ ചെയ്യുക. ലെഫ്റ്റ് സൈഡിൽ റൈറ്റ് സൈഡിൽ, അതായത് ഇ റൈസ് ടു ഐ എക്സ് എന്താ കോസ് എക്സ് പ്ലസ് ഐ സൈൻ എക്സ്, ഇ റൈസ് ടു ഐ വൈ എന്താ കോസ് വൈ പ്ലസ് ഐ സൈൻ വൈ, ഇ റൈസ് ടു ഐ ഇൻറ്റു എക്സ് പ്ലസ് വൈ. അങ്ങനെ ആ ടേമൊക്കെ വെച്ച് നമുക്കിത് ചെയ്യാം. സെപ്പറേറ്റ് ടാൻ ഓഫ് എക്സ് പ്ലസ് ഐ വൈ ഇൻറ്റു റിയൽ ആൻഡ് ഇമാജിനറി പാർട്സ്. അപ്പോൾ എന്താ ഇത് ചെയ്യുന്നത്? ടാൻ എക്സ് പ്ലസ് ഐ വൈ, ടാൻ എ പ്ലസ് ബി, അത് എക്സ്പാൻഡ് ചെയ്യാൻ അറിയാമല്ലോ. എക്സ്പാൻഡ് ചെയ്തിട്ട് റിയൽ പാർട്ട് ഇമാജിനറി പാർട്ടും സെപ്പറേറ്റ് ചെയ്ത് എഴുതുക. ഇതെല്ലാം ചെയ്ത് പഠിക്കണം കേട്ടോ. ഈ പഴയ ക്വസ്റ്റ്യൻ 4 ക്വസ്റ്റ്യൻ പേപ്പറുണ്ട്. ഇതിൽ ഓരോ ക്വസ്റ്റ്യൻസിലെ ഈ ആൻസേഴ്സ് ചെയ്ത് പഠിക്കണം. നിങ്ങൾക്ക് കുറേ സമയമുണ്ട്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിലെ ആൻസർ ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന ക്വസ്റ്റ്യന് നിങ്ങൾക്ക് സ്പീഡ് ചെയ്യാനും സാധിക്കും, നല്ല മാർക്ക് കിട്ടുകയും ചെയ്യും.
പ്രൂവ് ദാറ്റ് കോസ് എച്ച് സ്ക്വയർ എക്സ് മൈനസ് സൈൻ എച്ച് സ്ക്വയർ എക്സ് ഈക്വൽ ടു 1. പല രീതിയിൽ ചെയ്യാം. നമുക്ക് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈസിക്കൽ ടു 1. തീറ്റയ്ക്ക് IX എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ആ രീതിയിൽ ചെയ്യാം. അല്ലെങ്കിൽ ഓയിലേഴ്സ് എക്സ്പോണൻഷ്യൽ പവർ ഉപയോഗിച്ച് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യുക. നിങ്ങളിത് ചെയ്ത് പഠിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് ദ റൂട്ട്സ് ലൈസ് ബിറ്റ്വീൻ എ ആൻഡ് ബി റൈറ്റ് ദ ഇക്വേഷൻ ടു ഫൈൻഡ് എക്സ് യൂസിങ് ബൈസെക്ഷൻ മെത്തേഡ്. അപ്പം ബൈസെക്ഷൻ മെത്തേഡിലെ 4 മെത്തേഡാണ് നമുക്കുള്ളത്. അപ്പോൾ 4 മെത്തേഡിൻ്റെ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് പഠിക്കുക. എന്താ a+b/2 അതാണ് ബൈസെക്ഷനകത്ത് വരുന്നത്. ഇനി സ്റ്റേറ്റ് ഐട്രേഷൻ മെത്തേഡ് ടു ഫൈൻഡ് ദ റൂട്ട്. അപ്പോൾ ഐട്രേഷൻ മെത്തേഡിൽ എന്താണ് ചെയ്യുന്നത് അത് പഠിക്കുക. അപ്പം നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ, അതായത് 2017 അഡ്മിഷൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ്. അതായത് 2018 അഡ്മിഷൻ്റെ റെഗുലറും 2017 അഡ്മിഷൻ്റെ റീഅപ്പിയറൻസും സെപ്പറേറ്റ് ആയിട്ടാണ് നടന്നത്. അതുകൊണ്ട് സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസംബർ 2018. പാർട്ട് എയിലെ ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. ഫൈൻഡ് ആൻ ഇക്വേഷൻ ഫോർ ദ ലെവൽ സർഫസ് ഓഫ് ദ ഫംഗ്ഷൻ f of x by z ഈക്വൽ ടു log x square plus y plus z square that passes through the point -1, 2, 1. ഇതിന് എന്തെങ്കിലുമൊക്കെ എഴുതിയാൽ മാർക്ക് കിട്ടുന്നതായിരുന്നു. നിങ്ങൾ ജസ്റ്റ് എക്സിന് -1 എന്നും വൈക്ക് 2 എന്നും ഇസഡിന് 1 എന്നും ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്താ കിട്ടും? log 1 + 2 + 1. അപ്പോൾ log 4 എന്ന് കിട്ടും. അപ്പോൾ എന്താ ചെയ്യുന്നത്? ആൻസർ എന്ന് പറയുന്നത് log x square plus y plus z square ഈസിക്കൽ ടു log 4. അത്ര എഴുതി വെച്ചാൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ f of xy തന്നിട്ടുണ്ട്. എന്താ? ഡോ റൈസ് ടു 6f ബൈ ഡോ എക്സ് ക്യൂബ് ഡോ വൈ ക്യൂബ്. ഇവിടെ ഡോ എന്ന് പറഞ്ഞാൽ വന്നിട്ടില്ല. അപ്പോൾ ഇത് വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് സ്കീം വന്നപ്പോൾ നിങ്ങൾ സെക്കൻഡ് പാർഷ്യൽ ഡെറിവേറ്റീവ് വരെ കണ്ടുപിടിച്ചാൽ ഫുൾ മാർക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെ 6 വന്നാൽ കുറേ സമയം എടുക്കും. നിങ്ങൾ വേറെ ക്വസ്റ്റ്യൻസ് ചെയ്യുക, എന്നിട്ട് ലാസ്റ്റിൽ വേണം ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്യാൻ. അല്ലെങ്കിൽ ഇത് ചെയ്താൽ സമയം പൊയ്ക്കൊണ്ടിരിക്കും. കാരണം ഇവിടെ 2 സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചാൽ തന്നെ ഫുൾ മാർക്ക് കൊടുക്കാനായിരുന്നു സ്കീമിൽ വന്നത്. അടുത്തത് ഫൈൻഡ് dw/dt at t = 0 if w = xy + z, x = cos t, y = sin t, z = t. ഇവിടെ എക്സും വൈയും ഇസഡും ഫംഗ്ഷൻ ഓഫ് ടി ആണ്. അപ്പം നമ്മൾ എന്താ dx/dt -sin t കിട്ടും, dy/dt cos t കിട്ടും, dz/dt 1 കിട്ടും. എന്നിട്ട് w എന്ന് പറയുന്ന ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ ഇസഡ്. അപ്പോൾ എന്താ dw/dt. അപ്പോൾ അതിനു മുമ്പേ നമ്മൾ ∂w/∂x, ∂w/∂y, ∂w/∂z ചെയ്യും. എന്നിട്ട് ചെയിൻ റൂളിൻ്റെ ഇക്വേഷൻ 3 വരുന്നത് എഴുതുക, നേരെ അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നെക്സ്റ്റ് ഫൈൻഡ് ദ റാങ്ക് ഓഫ് ദ മെട്രിക്സ്. 3/3 മെട്രിക്സ് ആണ്, എല്ലാം 3 ആണ്. അപ്പോൾ ഇതിൻ്റെ റാങ്ക് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഒന്നുകിൽ ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ റോ ട്രാൻസ്ഫോർമേഷൻ നടത്തുക. ഇവിടെ R2 - R1 ചെയ്യുമ്പം സെക്കൻഡ് റോ മൊത്തം 0 കിട്ടും. R3 - R1 ചെയ്താലും തേർഡ് റോ മൊത്തത്തിൽ 0 വരും. ബാക്കി ഒരു റോ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് റാങ്ക് 1 ആണ്. ഡിഫൈൻ ക്യാരക്ടറിസ്റ്റിക് റൂട്ട് ഓഫ് എ സ്ക്വയർ മെട്രിക്സ്, ഗീവ് എക്സാമ്പിൾസ്. അപ്പോൾ സ്ക്വയർ മെട്രിക്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക് റൂട്ട് എന്ന് വെച്ചാൽ എന്തോ ഡിറ്റർമിനൻ്റ് ഓഫ് a - λi = 0യുടെ റൂട്ടിനെയാണ്. അതിലെ ലാംഡായാണ് ക്യാരക്ടറിസ്റ്റിക് റൂട്ട് എന്ന് പറയുന്നത്. കറസ്പോണ്ടിങ് എക്സിനെയാണ്, അതായത് ax = λx ആ ഇക്വേഷനിലെ എക്സിനെയാണ് ക്യാരക്ടറിസ്റ്റിക് വെക്ടർ എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ എഴുതുക. if A is a non-singular matrix with characteristic 1, 3, 4, what are the characteristic value of A inverse? അപ്പോൾ എയുടെ ക്യാരക്ടറിസ്റ്റിക് വാല്യൂസിൻ്റെ റെസിപ്രോക്കലാണ് A ഇൻവേഴ്സിൻ്റെ. അപ്പോൾ എന്തോ 1/1, 1/3, 1/4 ആണ് ആൻസർ. അടുത്ത പ്രൂവ് ദാറ്റ് cos 4θ = cos raised to 4θ - 6 cos square θ sin square θ plus sin raised to 4θ. ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? ഇത് sin θ plus I cos θ plus I sin θ the whole raised to 4 ഡി മൂവീസ് തിയറം വെച്ചിട്ട് അത് എക്സ്പാൻഡ് ചെയ്ത് റിയൽ പാർട്ട് മാത്രമായിട്ട് എഴുതുന്നത്.
ഇതൊക്കെ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പോൾ നിങ്ങളിത് ഡിസ്കസ് ചെയ്യുമ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചുള്ള ആൻസേഴ്സ് നിങ്ങൾ ചെയ്ത് നോക്കണം. അടുത്തത് പ്രൂവ് ദാറ്റ് ടാൻ എച്ച് 2 തീറ്റ ഈസിക്കൽ ടു 2 ടാൻ എച്ച് തീറ്റ ബൈ 1 പ്ലസ് ടാൻ എച്ച് സ്ക്വയർ തീറ്റ. ഇതും നിങ്ങളെ ചെയ്യിപ്പിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും, അതും ചെയ്ത് പഠിക്കുക. അടുത്തത് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്, പല ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളതാണ്. ഇഫ് എക്സ് ഈസ് റിയൽ ഷോ ദാറ്റ് സൈൻ എച്ച് ഇൻവേഴ്സ് ഓഫ് എക്സ് ഈസിക്കൽ ടു ലോഗ് ഓഫ് എക്സ് പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 1. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇച്ചിരി വലുതാണ്, അത് നല്ലതുപോലെ ചെയ്ത് പഠിക്കുക. ഇതിൻ്റെ എല്ലാ ആൻസേഴ്സ്, ഈ മിക്ക ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് ഞാൻ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്, അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ഇടാമെന്ന് പറഞ്ഞു. നിങ്ങളത് നോക്കി പഠിക്കണം കേട്ടോ, എന്നിട്ട് ഈ ആൻസേഴ്സ് എഴുതി പഠിക്കണം. റൈറ്റ് ദ ബൈനോമിയൽ എക്സ്പാൻഷൻ ഓഫ് 1 പ്ലസ് എക്സ് ദ ഹോൾ റൈസ് ടു എൻ. എന്താ എ പ്ലസ് ബി ദ ഹോൾ റൈസ് ടു എൻ ഇല്ലേ, അതിനകത്ത് A1ഉം BX ആ രീതിയിൽ അത് എക്സ്പാൻഡ് ചെയ്യുക. Find the next two approximation to a real root of the equation cos x is equal to 3x minus 1 using the iteration method. If first approximation x naught is equal to 0.5. അപ്പോൾ എന്താ നമ്മുടെ ഐട്രേഷൻ മെത്തേഡിൽ ഇക്വേഷൻ എഴുതുക, ഇതിനെ x ഈക്വൽ ടു എന്ന് പറഞ്ഞാക്കുക ഐട്രേഷൻ മെത്തേഡിൽ. എന്നിട്ട് x1 ഈസ് ഇക്വൽ ടു 5 ഓഫ് എക്സ് നോട്ട്, x2 ഈസ് ഇക്വൽ ടു 5 ഓഫ് x1, ആ രീതിയിൽ രണ്ടെണ്ണം കണ്ടുപിടിക്കുക. Give the generalized Newton formula to find the root of x f of x equal to 0 with multiplicity p. അപ്പോൾ generalized Newton formula, ന്യൂട്ടൺ റാപ്സൺ ഫോർമുലയുടെ ജനറലൈസ്ഡ് ഫോം മൾട്ടിപ്ലിസിറ്റി p വരുന്നത് ആ ഇക്വേഷൻ എഴുതുക. അടുത്തത് 2018 അഡ്മിഷൻ്റെ ആദ്യത്തെ ഫസ്റ്റ് സെം പരീക്ഷ. മുമ്പേ കണ്ട ക്വസ്റ്റ്യൻ പോലെ തന്നെ ഇവിടെ സ്കെച്ച് ദ ഡൊമൈൻ ഫോർ the function f of x y is equal to log x square plus y square minus 4. അപ്പോൾ ഇതിൻ്റെ ഡൊമൈൻ എന്താണ്? അപ്പം ഡൊമൈൻ എന്ന് വെച്ചാൽ ലോഗിനകത്ത് കൊടുക്കാൻ പറ്റുന്ന ചാൻസുകൾ. അപ്പോൾ ലോഗിനകത്ത് ഒരിക്കലും നെഗറ്റീവ് നമ്പേഴ്സ് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ എന്തുവാ, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ലെസ് ദാൻ 4 കൊടുക്കാൻ പറ്റത്തില്ല അല്ലേ. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 4 എന്ന് വെച്ചാൽ എന്തുവാ, 2 റേഡിയസ് വരുന്ന ഒരു സർക്കിൾ. അപ്പോൾ ആ സർക്കിളിൻ്റെ അകത്തുള്ളത് കൊടുക്കാൻ പറ്റത്തില്ല, പുറത്തുള്ളത്. ഓക്കെ, ഇനി എഫ് ഓഫ് എക്സ് വൈ തന്നിട്ടുണ്ട്. ഡോ എഫ് ബൈ ഡോ എക്സും ഡോ എഫ് ബൈ ഡോ വൈയും കണ്ടുപിടിക്കുക. അറ്റ് ദ പോയിന്റ് 1 മൈനസ് 1. ഇത് കണ്ടുപിടിച്ചിട്ട് എക്സിന് 1 എന്നും വൈക്ക് -1 എന്നും ഇട്ട് കൊടുക്കുക. വേറൊരു ക്വസ്റ്റ്യൻ, എഫ് ഓഫ് എക്സ് വൈ ഇസിക്കൽ ടു എക്സ് ഇ റൈസ് ടു വൈ സ്ക്വയർ ബൈ 2. ഇവാലുവേറ്റ് ഡോ റൈസ് ടു 5f ബൈ ഡോ എക്സ് സ്ക്വയർ ഡോ വൈ ക്യൂബ്. അത് മുമ്പേ ഞാൻ പറഞ്ഞതിൻ്റെ തൊട്ട് സെക്കൻഡ് ഡെറിവേറ്റീവ് വരെ കണ്ടുപിടിച്ചാൽ ഫുൾ മാർക്ക് കിട്ടും. ഷോ ദാറ്റ് ദ മെട്രിക്സ് 3/3 മെട്രിക്സ് സിംഗുലർ. അപ്പോൾ ഇതിൻ്റെ ഡിറ്റർമിൻ്റ് കണ്ടുപിടിക്കുക. ഡിറ്റർമിൻ്റ് ഈക്വൽ ടു 0 കിട്ടും, അതുകൊണ്ട് സിംഗുലർ. ഫൈൻഡ് ദ മെട്രിക്സ് ഇക്വേഷൻ ഓഫ് ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻ. അപ്പോൾ എന്താ, എക്സിലും വൈയിലും ഇസഡിലും ഉള്ളത്. അപ്പം നമ്മൾ 3/3 മെട്രിക്സ് 6 5 9, അടുത്ത സെക്കൻഡ് റോ എന്ത് 2 7 1, തേർഡ് റോ 6 -4 6, അത് എഴുതുക. അടുത്തതിൽ ഒരു കോളം മെട്രിക്സ് എക്സ് വൈ സെഡ് എന്ന് താഴോട്ട് എഴുതുക. അടുത്ത ഉത്തരം എന്തുവാ, 0 0 0. എക്സ് ഈസിക്കൽ ബി ഫോമിൽ. പ്രൂവ് ഓർ ഡിസ്പ്രൂവ്. എ ക്യാരക്ടറിസ്റ്റിക് വെക്ടർ ഓഫ് എ മെട്രിക്സ് ക്യാൻ കറസ്പോണ്ട് ടു 2 ഡിഫറെൻറ്റ് ക്യാരക്ടറിസ്റ്റിക് റൂട്ട്സ് ഓഫ് ദ. അതായത് ക്യാരക്ടറിസ്റ്റിക് വെക്ടർ ക്യാൻ കറസ്പോണ്ട് ടു 2 ഡിഫറെൻറ്റ് ക്യാരക്ടറിസ്റ്റിക് റൂട്ട്. അതായത് 2 റൂട്ടിന് ഒരേ വെക്ടർ വരുമോ എന്ന്. ഒരു റൂട്ടിന് ഒന്നിൽ കൂടുതൽ വെക്ടർ വരാം, പക്ഷേ ഒരു വെക്ടർ 2 റൂട്ടിൽ നിന്ന് വരാൻ പറ്റത്തില്ല, അത് ഫോൾസ് ആണ്. അപ്പോൾ ഒരു എക്സാമ്പിൾ വെച്ച് അത് കാണിക്കാം. ഇനി cos 3 തീറ്റ ഇൻ ടേംസ് ഓഫ് cos തീറ്റ. അപ്പോൾ എന്താ, cos തീറ്റ പ്ലസ് i sin തീറ്റ ദ ഹോൾ ക്യൂബ് വെച്ച് ഡി മൂവീസ് തിയറം വെച്ച് ചെയ്യുക. പ്രൂവ് ദാറ്റ് sin h 2 തീറ്റ ഇസിക്കൽ ടു 2 tan h തീറ്റ ബൈ 1 മൈനസ് tan h സ്ക്വയർ തീറ്റ. അത് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. അടുത്ത 9ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ മുമ്പേ ഡിസ്കസ് ചെയ്തതാണ്. ഇനി ബൈനോമിയൽ എക്സ്പാൻഷൻ, ഇത് നമ്മൾ കണ്ടതാണ്. 1 പ്ലസ് എക്സ് ദ ഹോൾ റൈസ് ടു n, അതേപോലെ തന്നെ 1 മൈനസ് എക്സ് ദ ഹോൾ റൈസ് ടു -n. ഇനി ഡിഫൈൻ എ ട്രാൻസെൻഡൻ്റൽ ഇക്വേഷൻ ഗീവ് ആൻ എക്സാമ്പിൾ. അപ്പോൾ നമുക്ക് ഓൾജിബ്രൈക് ഇക്വേഷൻ ഉണ്ട്, ട്രാൻസെൻഡൻ്റൽ ഇക്വേഷൻ ഉണ്ട്. ട്രാൻസെൻഡൻ്റൽ ഇക്വേഷൻ എന്ന് വെച്ചാൽ ഇക്വേഷൻ കണ്ടെയ്നിങ് ടേംസ് ഓഫ് ലോഗ് ട്രിഗ്നോമെട്രി ഒക്കെ വരുന്നത്. അപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ എഴുതുക. അടുത്ത ഒബ്റ്റൈൻ ദ നെക്സ്റ്റ് അപ്രോക്സിമേഷൻ ടു ദ റൂട്ട്
4 into x minus sin x is equal to 1 by Newton-Raphson method if x not equal to 1 is the initial approximation. അപ്പോൾ Newton-Raphson മെത്തേഡിലെ ഇക്വേഷൻ എഴുതുന്നു, x not 1 ആണ്, അപ്പോൾ x1 കണ്ടുപിടിക്കാം. ഇനി നവംബർ 2019, അതായത് ഇപ്പം നടക്കാൻ പോകുന്ന പരീക്ഷയ്ക്ക് തൊട്ട് മുമ്പ് നടന്ന പരീക്ഷയാണിത്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ മുമ്പേ പറഞ്ഞ രീതിയിൽ എക്സിന് 3, വൈക്ക് -1, ഇസഡിന് 1 ഒക്കെ ഇട്ട് കൊടുത്ത് ഒരു ഉത്തരം കിട്ടും. അപ്പോൾ ആൻസർ എന്തുവാ? ഈ ഇക്വേഷനെ ഈക്വൽ ടു ആ കിട്ടിയ ആൻസർ. ഇനി എഫ് ഓഫ് എക്സ് വൈ തന്നിട്ടുണ്ട്, ഡോ എഫ് ബൈ ഡോ എക്സ് ഡോ എഫ് ബൈ ഡോ വൈ കണ്ടുപിടിക്കാൻ. വൈ ഈസിക്കൽ ടു എക്സ് വൈ, ടി ഈസിക്കൽ ടു പൈ ബൈ 2ൻ്റെ കണ്ടുപിടിക്കുക. എന്ത് കണ്ടുപിടിക്കണം? ഡി ഡബ്ല്യു ബൈ ഡി ടി കണ്ടുപിടിക്കണം. എക്സ് കോസ് ടി വൈ സൈൻ ടി, അത് ചെയ്യുക ചെയിൻ റൂൾ ഉപയോഗിച്ച്. ഇനി നോൺ സിംഗുലാറാന്ന് വെച്ചാൽ ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് നോട്ട് ഈക്വൽ ടു 0, മെട്രിക്സ് ഇക്വേഷൻ എഴുതാൻ. അപ്പോൾ ഇത് എക്സും വൈ ഇസഡ് യു ഉണ്ട്, അപ്പോൾ 4 ഉണ്ട്, ആ രീതിയിൽ എഴുതുക. ക്യാരക്ടറിസ്റ്റിക് സ്പേസ് എന്ന് വെച്ചാൽ എന്താണ്? അതായത് ക്യാരക്ടറിസ്റ്റിക് വെക്റ്റേഴ്സ് ഇല്ലേ, അതൊരു വെക്ടർ സ്പേസുകളാണ്, അതാണ്. ഇനി സൈൻ 3θ മുമ്പേ പറഞ്ഞ പോലെ തന്നെ എന്താ? സൈൻ തീറ്റ കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ ദ ഹോൾ ക്യൂബ് എക്സ്പാൻഡ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ ഇമാജിനറി പാർട്ട് എടുക്കുക. ഇനി സീരീസ് റെപ്രസെൻറ്റേഷൻ ഓഫ് സൈൻ എച്ച് എക്സും കോസ് എച്ച് എക്സും, അത് പഠിക്കുന്നതാണല്ലോ. വീണ്ടും സെയിം ക്വസ്റ്റ്യൻ കണ്ടോ, അത് പഠിക്കണം. ഇനി എക്സ് എന്ന് പറയുന്നത് കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ ആണെങ്കിൽ 1/x കണ്ടുപിടിക്കുക. അതായത് 1 ഇത് ചെയ്യുമ്പോൾ നമുക്ക് കോസ് തീറ്റ മൈനസ് ഐ സൈൻ തീറ്റ എന്ന് കിട്ടും. മുമ്പേ കണ്ട ക്വസ്റ്റ്യൻ ട്രാൻസെൻഡൻ്റ് ഇക്വേഷൻ എക്സാമ്പിൾ. മുമ്പേ കണ്ട ക്വസ്റ്റ്യൻ ജനറലൈസ്ഡ് ന്യൂട്രൺ ഫോർമുല മൾട്ടിപ്ലിസിറ്റി പി വരുന്നതിൻ്റെ ഇക്വേഷൻ എഴുതാൻ. ഓക്കെ, ഇനി നമ്മൾ ആദ്യം കണ്ടതിൻ്റെ ബി പാർട്ട് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ഓൾ സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ എക്സ് സ്ക്വയർ വൈ പ്ലസ് കോസ് വൈ പ്ലസ് വൈ സൈൻ എക്സ്. അപ്പം ഡോ എഫ് ബൈ ഡോ എക്സ്, ഡോ എഫ് ബൈ ഡോ വൈ, ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് എക്സ് സ്ക്വയർ, ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് ഡോ വൈ, ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ ഡോ എക്സ്, ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ സ്ക്വയർ കണ്ടുപിടിക്കുക. അടുത്ത ഇഫ് ക്വസ്റ്റ്യൻ ആണ്, ഈസ് എഫ് ഓഫ് എക്സ് വൈ കണ്ടിന്യൂസ് അറ്റ് എക്സ് നോട്ട് വൈ നോട്ട് ഇഫ് എഫ് ഈസ് ഡിഫറൻഷ്യബിൾ അറ്റ് എക്സ് നോട്ട് വൈ നോട്ട്. അതായത് എഫ് ഡിഫറൻഷ്യബിൾ ആണ് എങ്കിൽ എഫ് കണ്ടിന്യൂസ് ആയിരിക്കും. അത് പ്രൂഫ് എഴുതുക. അതിൻ്റെ കോൺവേഴ്സ് ശരിയല്ല, തെറ്റുന്ന ഒരു എക്സാമ്പിൾ എന്താ? മോഡ് എക്സ്, അത് കണ്ടിന്യൂസ് ആണ്, ഡിഫറൻഷ്യബിൾ അല്ല. വീണ്ടും നമ്മൾ മുമ്പേ കണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇ റൈസ് ടു എക്സ് വൈ ലോഗ് വൈ, ഡോ എഫ് ബൈ ഡോ എക്സും ഡോ എഫ് ബൈ ഡോ വൈ കണ്ടുപിടിക്കുക. വെരിഫൈ കെയ്ലി ഹാമിൽട്ടൺ തിയറം ഫോർ ദ മെട്രിക്സ് 2/2 മെട്രിക്സ് ആണ്. അപ്പോൾ എ മൈനസ് ലാംഡ ഐ ഡിറ്റർമിനൻറ്റ് ഈക്വൽ ടു 0 വെച്ച് ലാംഡ റൂട്ട് കിട്ടുന്നു. എന്നിട്ട് കെയ്ലി ഹാമിൽട്ടൺ തിയറം ആ ഇക്വേഷൻ എഴുതുന്നു. എന്നിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് എ ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് എയും എ സ്ക്വയറും ഒക്കെ കണ്ടുപിടിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് 0 മെട്രിക്സ് കിട്ടണം. സോൾവ് ദ ഇക്വേഷൻ. അപ്പോൾ എക്സ് വൈ ഇസഡ് ടി ഉണ്ട്, ഇതെല്ലാം എന്തുവാ? ഹോമോജീനിയസ് ഇക്വേഷൻ ആണ്. അപ്പോൾ നമ്മൾ എ എക്സ് ഇസിക്കൽ 0 എന്ന രീതിയിൽ എഴുതുന്നു. എന്നിട്ടത് സോൾവ് ചെയ്യുന്നു. ഇതെല്ലാം എന്താ? ആ പ്ലേലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങളതെല്ലാം കാണണം. എക്സ്പാൻഡ് സൈൻ 7θ ബൈ സൈൻ തീറ്റ. അപ്പോൾ സൈൻ 7θ എങ്ങനെ? കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ അത് ഹോൾ റൈസ് ടു 7 ഡി മൂവീസ് തിയറം വെച്ച് ചെയ്തിട്ട് അതിൻ്റെ ഇമാജിനറി പാർട്ട് എടുത്തിട്ട് മൊത്തത്തിൽ സൈൻ തീറ്റയും കൊണ്ട് ഡിവൈഡ് ചെയ്യും. വീണ്ടും നമ്മൾ കണ്ട ക്വസ്റ്റ്യൻ ആണ്. ഞാൻ പറഞ്ഞില്ലേ ഈ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ്. സൈൻ എച്ച് എന്നും കോസ് എച്ച് എന്നും ചോദിക്കും കേട്ടോ. ഇനി ബൈസെക്ഷൻ മെത്തേഡ് ഉപയോഗിച്ചിട്ട് സോൾവ് ചെയ്യാൻ 2നും 4നും ഇടയ്ക്കാണ് തന്നിട്ടുണ്ട്. അപ്പോൾ A2 B4, അപ്പം അടുത്ത എന്തോ A+B/2, അപ്പോൾ 3 കിട്ടും. എന്നിട്ട് എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കുക. അങ്ങനെ അത് ബൈസെക്ഷൻ രീതിയിൽ കണ്ടുപിടിക്കുക. വീണ്ടും റെഗുലാർ ഫോൾസി മെത്തേഡിൽ റിയൽ റൂട്ട് കണ്ടുപിടിക്കുക. 3 ഡെസിമൽ പ്ലേസസ്, എക്സ് ലോഗ് എക്സ് ഈസിക്കൽ ടു 1.2. അപ്പോൾ ആ ക്വസ്റ്റ്യൻ എല്ലാം ചെയ്ത് പഠിക്കണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിലെ ബി പാർട്ട് ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ പാർഷ്യലിനകത്ത് പഠിക്കുന്നതാണ്. R1ഉം R2ഉം R3 ഓംസ് കണക്റ്റഡ് ഇൻ പാരലൽ റെസിസ്റ്റേഴ്സ് ഇല്ലേ. അപ്പം ഡോ ആർ ബൈ ഡോ R2 കണ്ടുപിടിക്കുക. R1 30, R2 45, R3 90 ഓം ആകുമ്പോൾ. അപ്പോൾ എങ്ങനെ പാരലാകുമ്പോൾ എന്ത് ഇക്വേഷൻ? 1/R ഈക്വൽ 1/R1 പ്ലസ് 1/R2 പ്ലസ് 1/R3. അത് ചെയ്തിട്ട് ആറിൻ്റെ ഉത്തരം കണ്ടുപിടിക്കുക. എന്നിട്ട് ഡോ ആർ ബൈ ഡോ R2
ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. ടെക്സ്റ്റിൽ എക്സസൈസ് അല്ല, എക്സാമ്പിളാണ്. അത് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനാണ്. നിങ്ങളത് ചെയ്ത് പഠിക്കണം. വീണ്ടും സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ ഒരു ചോദ്യം സിമ്പിളാണ്. ഇനി 1/x + 1/y + 1/z = -1 എന്ന് പറഞ്ഞ ഇക്വേഷനകത്തെ ∂z/∂x ∂z/∂y കണ്ടുപിടിച്ചിട്ട് 2, 3, 6 വാല്യൂസ് ഇട്ട് കൊടുത്ത് അത് കണ്ടുപിടിക്കാൻ. റോ ഇക്വലൻ്റ് മെട്രിക്സ് കണ്ടുപിടിക്കാൻ. അപ്പോൾ റോ ട്രാൻസ്ഫോർമേഷൻ നടത്തി ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതെല്ലാം ആ പ്ലേലിസ്റ്റിനകത്ത് മെത്തേഡും എല്ലാം ചെയ്തിട്ടുണ്ട്. അടുത്തത് ഇൻകൺസിസ്റ്റൻ്റ് ആണെന്ന്. ഇൻകൺസിസ്റ്റൻ്റ് എന്ന് വെച്ചാൽ എന്തോ സൊല്യൂഷൻ ഇല്ല. അപ്പോൾ ഇതിനെ മെട്രിക്സ് ഫോമിലാക്കും. AX = B ഫോമിൽ എഴുതിയിട്ട് എന്താ ഓഗ്മെൻ്റ് മെട്രിക്സ് എ ബിയുടെ റാങ്കും എയുടെ റാങ്കും സെയിം അല്ല എന്ന് കാണിച്ചാൽ ഇൻകൺസിസ്റ്റൻ്റ് ആണെന്ന് പറയാം. അടുത്ത sin⁻⁶ അതിൻ്റെ എക്സ്പാൻഷൻ. അത് പല രീതിയിൽ ചോദിക്കാം. sin⁵ sin⁴ cos⁴ അങ്ങനെ പല രീതിയിൽ ചോദിക്കാം. അത് ചെയ്ത് പഠിക്കണം. പിന്നെ സമ്മേഷൻ്റെ a sin α + a² sin 2α + a³ sin 3α + etc. ഇത് നമ്മൾ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിനെ S എന്ന് കൊടുത്തിട്ട് പിന്നെ അതിനെ C എഴുതി C+IS മെത്തേഡ് ഉപയോഗിച്ച് ചെയ്ത് പല രീതിയിൽ ലോഗ് ഉപയോഗിച്ചും ട്രിഗ്നോമെട്രി ഉപയോഗിച്ച് അങ്ങനെ പല രീതിയിലുണ്ട്. അത് ചെയ്ത് പഠിക്കണം. ബൈസെക്ഷൻ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് ഓൾറെഡി ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ടെക്സ്റ്റിനകത്തുള്ള ചോദ്യമാണ്. പിന്നെ ന്യൂട്ടൺ റാപ്സൺ മെത്തേഡ് ഉപയോഗിച്ചിട്ട് സോൾവ് ചെയ്യാനൊരു ക്വസ്റ്റ്യൻ ആണ്. ഇനിഷ്യൽ അപ്രോക്സിമേഷൻ x0 = 1 എന്ന് തന്നിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിലെ പാർട്ട് B ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ വീണ്ടും സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എഴുതാൻ ചെയിൻ റൂൾ ഉപയോഗിച്ച് കണ്ടുപിടിക്കാനുള്ള ഒരു ചോദ്യം. അതേപോലെ തന്നെ Z തന്നിട്ടുണ്ട്. ∂z/∂u കണ്ടുപിടിക്കാൻ. അടുത്ത ചോദ്യം എന്ന് വെച്ചാൽ ഷോ ദാറ്റ് ദ ക്യാരക്ടറിസ്റ്റിക് റൂട്ട് ഓഫ് ആൻ ഐഡംപൊട്ടൻ്റ് മെട്രിക്സ് ആർ ഐദർ 0 ഓർ യൂണിറ്റി. അതെന്ന് വെച്ചാൽ ഐഡംപൊട്ടൻ്റ് മെട്രിക്സ് എന്ന് വെച്ചാൽ a² = a. അപ്പോൾ a² = a. അപ്പോൾ a² - a = 0. അപ്പോൾ a × a - i = 0. അപ്പോൾ നമ്മളത് ക്യാരക്ടറിസ്റ്റിക് റൂട്ടൊക്കെ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ലാംഡ 0 എന്നും 1 എന്നും കിട്ടും കേട്ടോ. അടുത്ത ചോദ്യം വേരിഫൈ കെയ്ലി ഹാമിൽട്ടൺ തിയറം. വേരിഫൈ കെയ്ലി ഹാമിൽട്ടൺ തിയറം എന്ന് ക്വസ്റ്റ്യൻ വന്നാൽ കെയ്ലി ഹാമിൽട്ടൺ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ആദ്യമേ എഴുതണം. എന്നിട്ട് തന്നേക്കുന്ന മെട്രിക്സിന് a എന്ന് കൊടുക്കണം. എന്നിട്ട് a - λi ഡിറ്റർമിനൻ്റ് ഓഫ് a - λi = 0 ചെയ്ത് ലാംഡയുടെ വാല്യൂസ് ഇവിടെ ഇപ്പം 3 വാല്യൂ കിട്ടും. എന്നിട്ട് കെയ്ലി ഹാമിൽട്ടൺ തിയറത്തിന് യഥാർത്ഥത്തിൽ ലാംഡയുടെ 3 വാല്യൂ കണ്ടുപിടിക്കേണ്ട. ആ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ മതി. ആ ഇക്വേഷനകത്ത് a ഇട്ട് കൊടുക്കുമ്പോൾ =0 മെട്രിക്സ് കിട്ടുമെന്ന് നോക്കിയാൽ മതി. ഈ ക്വസ്റ്റ്യൻ 18ാമത്തെ ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. a + ib എന്ന് പറയുന്നത് c tan × x + iy ആണെങ്കിൽ പ്രൂവ് ദാറ്റ് tan 2x = 2ac/c² - a² - b². അത് ചെയ്ത് പഠിക്കണം. അടുത്ത സമ്മേഷൻ്റെ ആണ്. തന്നേക്കുന്നതിനെ S എന്ന് വിളിച്ചിട്ട് C കണ്ടുപിടിച്ച് C+IS മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യന് x⁻².2 - 69 = 0 ആക്കിയിട്ട് റെഗുലാർ ഫാൾസി മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യുക. a 5 എന്നും b 8 എന്നും ഉണ്ട്. ആ രീതിയിൽ അത് ചെയ്യുക. ജനറലൈസ്ഡ് ന്യൂട്ടൺ റാപ്സൺ മെത്തേഡ് ഡബിൾ റൂട്ട് കാണുന്ന ഒരു ക്വസ്റ്റ്യനെ നമ്മൾ പഠിക്കുന്നുള്ളൂ. ആ ക്വസ്റ്റ്യനാണ് ചോദിച്ചേക്കുന്നത്. അടുത്ത എൻ്റെ B പാർട്ട് ക്വസ്റ്റ്യൻ ആണെങ്കിൽ വീണ്ടും സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്. 3 ഡയമെൻഷൻ ലാപ്ലേസ് ഇക്വേഷൻ. ലാപ്ലേസ് ഇക്വേഷൻ ഇവിടെ തന്നിട്ടുണ്ട്. തന്നിട്ടില്ലെങ്കിൽ പോലും ഈ രീതി ചെയ്യണം. എന്തുവാ ഇത് ഓരോന്നിൻ്റെ സെക്കൻഡ് ഓർഡർ ∂2f/∂x² + ∂2f/∂y² + ∂2f/∂z² ചെയ്യുമ്പോൾ 0 കിട്ടിയാൽ ലാപ്ലേസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. 0 കിട്ടിയില്ലെങ്കിൽ അത് ചെയ്യത്തില്ല. അടുത്ത ∂w/∂v കണ്ടുപിടിക്കാൻ ഒരു ചോദ്യമാണ്. സിസ്റ്റം ഓഫ് ഇക്വേഷൻ കൺസിസ്റ്റൻ്റ് ആണോ എന്ന്. അതായത് ഓഗ്മെൻ്റ് മെട്രിക്സിൻ്റെ AB റാങ്ക് ഓഫ് ABയും റാങ്ക് ഓഫ് Aയും സെയിം ആണോ നോക്കിയാൽ മതി. അടുത്തത് ക്യാരക്ടറിസ്റ്റിക് റൂട്ടും ക്യാരക്ടറിസ്റ്റിക് വെക്റ്റേഴ്സും കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. തന്നേക്കുന്ന മെട്രിക്സിനെ A എന്ന് വിളിക്കുന്നു. a - λi ഡിറ്റർമിൻ്റ് ചെയ്യുന്നു. അതിൻ്റെ =0 ചെയ്യുന്നു. ലാംഡാസിൻ്റെ വാല്യൂസ് കിട്ടുന്നു. ലാംഡയുടെ വാല്യൂകൾ കണ്ടുപിടിക്കുന്നു. എന്നിട്ട് എന്താ AX = λx ഇല്ലേ, അതിനകത്ത് ലാംഡയ്ക്കകത്ത് ഓരോ വാല്യൂ ഇട്ട് കൊടുത്ത് നമ്മൾ സിസ്റ്റം ഓഫ് ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന രീതിയിൽ ചെയ്യാം. ഇത് യഥാർത്ഥത്തിൽ SAക്ക് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. അടുത്തത് സമ്മേഷൻ ടു ഇൻഫിനിറ്റി. സമ്മേഷൻ ടു ഇൻഫിനിറ്റി ആണ്.
രണ്ട് കോസിൻ്റെ ടേംസിലാണ് തന്നേക്കുന്നത്. അപ്പോൾ തന്നേക്കുന്നത് സി എന്ന്, ഇവിടെ സി എന്ന് വിളിച്ചിട്ട് എസ് കണ്ടുപിടിച്ച് C+IS മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യാം. അടുത്തത് റെഗുലാർ ഫോൾസി മെത്തേഡ് അല്ലെങ്കിൽ മെത്തേഡ് ഓഫ് ഫോൾസ് പൊസിഷൻ ഉപയോഗിച്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. എയും ബിയും തന്നിട്ടുണ്ട്. അടുത്ത ഐട്രേഷൻ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യാനാണ്. 2x = cos x + 3. ഇത് നമ്മൾ ഓൾറെഡി മറ്റേ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടതാണ്. ഓക്കെ, ഇനി നമുക്ക് എസ് എ ക്വസ്റ്റ്യൻസ് നോക്കാം. എസ് എ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം, =0 ആണെങ്കിൽ പോലും ഈ 4 ഇപ്പുറത്ത് പോകുമ്പോൾ -4 ഇപ്പുറത്ത് പോകുമ്പോൾ +4 ആവും. ഇപ്പോൾ അത് നോൺ ഹോമോജീനിയസ് ആണ്. അപ്പം നമ്മൾ എ ബി ഓഗ്മെൻ്റ് മെട്രിക്സ് എഴുതുന്നു. റാങ്ക് ഓഫ് എ ബിയും റാങ്ക് ഓഫ് എയും നോക്കുക ഈക്വൽ ആണോ, എന്നിട്ട് അത് ഈക്വൽ ടു നമ്പർ ഓഫ് അൺനോൺസ് 3 ആണോ, ആ രീതിയിലൊക്കെ സോൾവ് ചെയ്യണം. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ക്യാരക്ടറിസ്റ്റിക് റൂട്ട് ഓഫ് എ. ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് റൂട്ട് കണ്ടുപിടിക്കണം. ഇപ്പം ഡിറ്റർമിനൻ്റ് ഓഫ് a - λi ആ രീതി ചെയ്തിട്ട് അതിനകത്ത് a+b+c ടേം വരുന്നിടത്ത് 0 കൊടുത്ത് ചെയ്താൽ നമുക്കിത് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, ഇത് ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻസ് ആണ്, നിങ്ങളെ പഠിപ്പിച്ചതാണ്. എന്താണ് യുണീക്ക് സൊല്യൂഷൻ, ഇൻഫിനിറ്റ് സൊല്യൂഷൻ, നോ സൊല്യൂഷൻ. അപ്പോൾ എന്താണ് ഇവിടെ നോ സൊല്യൂഷൻ ആണെങ്കിൽ എന്താണ്, ഇൻഫിനിറ്റ് സൊല്യൂഷൻ എന്താണ്, യുണീക്ക് സൊല്യൂഷൻ എന്താണ്, അതിൻ്റെ കണ്ടീഷൻസ് ഒക്കെയാണ്. അപ്പം നമ്മുടെ റാങ്ക് ഓഫ് എ ബി = റാങ്ക് ഓഫ് എ ആണെങ്കിൽ സൊല്യൂഷൻ ഉണ്ട്. അപ്പോൾ യുണീക്കോ അല്ലെങ്കിൽ ഇൻഫിനിറ്റോ ആകാം. ഈക്വൽ അല്ല എങ്കിൽ നോ സൊല്യൂഷനാണ്. ഇനി ഈക്വൽ ആണെങ്കിൽ തന്നെ ഈക്വൽ ടു നമ്പർ ഓഫ് അൺനോൺസ് 3 ആണെങ്കിൽ യുണീക്ക്, <3 ആണെങ്കിൽ ഇൻഫിനിറ്റ് സൊല്യൂഷൻ. അപ്പോൾ അത് ചെയ്ത് നോക്കണം. അടുത്തത് 24ൻ്റെ എയും ബിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. u = log tan π/4 + θ/2. പ്രൂവ് ദാറ്റ് tan h u/2 = tan θ/2. അത് നമ്മൾ ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. tan ഇൻവേഴ്സ് x + iy റിയൽ ആൻഡ് ഇമാജിനറി പാർട്ട് അതും ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്ത ലാസ്റ്റ് എസ്സേ, ഡിസ്ക്രൈബ് ന്യൂട്ടൺ റാപ്സൺ മെത്തേഡ്, ഇറ്റ്സ് ജോമെട്രിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ. നമുക്ക് 4 മെത്തേഡാണ്. 4 മെത്തേഡിനും ജോമെട്രിക്കൽ ഗ്രാഫൊക്കെ വരച്ച രീതി പഠിപ്പിച്ചിട്ടുണ്ട്. ന്യൂമറിക്കലിൻ്റെ പ്ലേലിസ്റ്റിനകത്ത് കയറി നോക്കിയാൽ മതി. അപ്പോൾ അത് ചെയ്യുക. ന്യൂട്ടൺ റാപ്സൺ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യനും തന്നിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യനിലെ എസ് എ ക്വസ്റ്റ്യൻസ് ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യാനാണ്. അപ്പോൾ ഇത് x y z u ഉണ്ട്. അപ്പോൾ 4 വേരിയബിൾ വരുന്നതാണ്, അതുകൊണ്ടാണ് ഒറ്റ ക്വസ്റ്റ്യൻ ആയിട്ട് തന്നത്. അതിൻ്റെ അടുത്തത് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതാൻ, പിന്നെ അതായത് കെയ്ലി ഹാമിൽട്ടൺ തിയറം വെരിഫൈ ചെയ്യാനാണ്. അപ്പോൾ നമ്മളിവിടെ കെയ്ലി ഹാമിൽട്ടൺ തിയറത്തെക്കുറിച്ച് പറയണം, അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പറയണം. പിന്നെ അത് ഉപയോഗിച്ച് എ ഇൻവേഴ്സ് ചെയ്യാനുള്ളത് അതെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്, ആ രീതിയിൽ ചെയ്യുക. 24ൻ്റെ എയും ബിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് പിന്നെയും ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. ഇതും ഓൾറെഡി നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ്, അതുകൊണ്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. റെഗുലാർ ഫോൾസി മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. x = 1, നിയർ x = 1. അടുത്തതിനകത്തെ എസ് എ ക്വസ്റ്റ്യൻസ് നോർമൽ ഫോം. അപ്പോൾ ആദ്യത്തെ ആളെ 1 ആക്കുക, താഴോട്ട് 0 ആക്കുക, റൈറ്റിലോട്ട് 0 ആക്കുക. രണ്ടാമത്തെ ആളെ 1, താഴോട്ട് 0, റൈറ്റിലോട്ട് 0, അങ്ങനെ രീതിയിൽ നമുക്ക് ഐഡൻറ്റിറ്റി മെട്രിക്സിൻ്റെ രീതിയിലാക്കണം. അതാണ് നോർമൽ ഫോം. റോ ഇക്വലൻറ്റ് മെത്തേഡ്, പിന്നെന്താ കൺസിസ്റ്റൻ്റ് ആണെങ്കിൽ സോൾവ് ചെയ്യാൻ. അപ്പോൾ ഇത് നോൺ ഹോമോജീനിയസ് ആണ്. അടുത്ത എക്സ്പാൻഡ്, സൈൻ ക്യൂബ് തീറ്റ cos raised to 5θ in a series of sines of multiples of θ. അപ്പോൾ ഇതെന്തുവാ, നമ്മൾ x + ix ആ രീതിയൊക്കെ ചെയ്യുന്നില്ല, ഇത് ഓൾറെഡി ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ്. അത് നോക്കിയാൽ മതി, ഈ ട്രിഗ്നോമെട്രിക്കകത്ത് നോക്കിയാൽ മതി, പ്ലേലിസ്റ്റ് സമ്മേഷൻ എന്നും പറഞ്ഞ് ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അത് നോക്കിയാൽ 24, 25ൻ്റെ ആൻസേഴ്സ് അവിടെ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ കണ്ടോ, സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ദ തിയറം വിച്ച് ഗീവ്സ് എ സഫിഷ്യൻറ്റ് കണ്ടീഷൻ ഫോർ കൺവേർജൻസ് ഓഫ് ദ ഐട്രേഷൻ പ്രോസസ് ഇൻ ദ ഐട്രേഷൻ മെത്തേഡ് ഫോർ ഫൈൻഡിങ് ദ റൂട്ട്സ് ഓഫ് എ ഗിവൺ ഇക്വേഷൻ. അത് സാധാരണ മിക്ക കോളേജിലും പഠിപ്പിക്കുന്ന അല്ല, അത് ഐട്രേഷനകത്ത് നമ്മളൊരു തിയറം പോലെ പഠിക്കും. എന്താ, മോഡുലസ് ഓഫ് φ' <x <1 കിട്ടുവാണെങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യത്തുള്ളൂ എന്നും പറഞ്ഞുണ്ട്. അത് പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മളത് പറഞ്ഞു കൊടുക്കാറുണ്ട്. അതിൻ്റെ ഒരു തിയറമാണ്, അതിൻ്റെ പ്രൂഫും ഉണ്ട്. അത് ആ ടെക്സ്റ്റ് ബുക്ക് നോക്കി പഠിക്കണം. അടുത്ത റെഡ്യൂസ് ടു നോർമൽ ഫോം, റോയ്ക്കിൽ മുമ്പേ കണ്ട ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ തന്നെ കെയ്ലി ഹാമിൽട്ടൺ തിയറം സ്റ്റേറ്റ് ചെയ്യാനും സാറ്റിസ്ഫൈ ചെയ്യുന്നോ നോക്കാനും. പിന്നെ ഈ ക്വസ്റ്റ്യൻ നമ്മൾ മുമ്പേ കണ്ടതാണ്.
പിന്നെ ന്യൂട്ടൺ റാപ്സൺ മെത്തേഡ് ഉപയോഗിച്ച് എക്സ്റ്റാബ്ലിഷ് ദ ഫോർമുല xn+1 = 1/2 into xn plus n by xn for computing the square root of a given number. Also find square root of 2 to 6 decimal places. അപ്പം ന്യൂട്ടൺ റാപ്സൺ മെത്തേഡ് ഇക്വേഷൻ എഴുതുക. അപ്പം സ്ക്വയർ റൂട്ട് ഓഫ് n അല്ലേ, അപ്പോൾ x² = ക്യാപിറ്റൽ N എന്ന് കൊടുത്തിട്ട് അപ്പോൾ x² - n = 0, അത് f(x) എന്ന് വിളിക്കുക. എന്നിട്ട് f' കണ്ടുപിടിക്കുക. ആ രീതിയിൽ കുറച്ച് കഴിയുമ്പോൾ നമുക്കിത് കിട്ടും. എന്നിട്ട് ഇതിനകത്ത് 2ൻ്റെ കണ്ടുപിടിക്കാൻ ക്യാപിറ്റൽ Nൻ്റെ സ്ഥാനത്ത് 2 ഒക്കെ ഇട്ട് കൊടുത്ത് നമുക്കത് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. ഇപ്പം കുറച്ചുകൂടെ നിങ്ങൾക്ക് കോവിഡ് സ്പെഷ്യൽ ആയതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ റിലാക്സേഷൻ ഉണ്ട്. ഒത്തിരി ക്വസ്റ്റ്യൻസ് ഒന്നും വേണ്ട, നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ആദ്യമേ എഴുതുക. പാർട്ട് എ, പാർട്ട് ബി, പാർട്ട് സി. എന്നിട്ട് ബാക്കി വരുന്ന സമയം ബാക്കി ഇതിനകത്ത് 25 ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യണം കേട്ടോ. മാത്സിൻ്റെ ബാക്കി വിഷയങ്ങളൊന്നും ഞാൻ അങ്ങനെ ചെയ്യണമെന്ന് പറയത്തില്ല, പക്ഷേ മാത്സിൻ്റെ പരീക്ഷയ്ക്ക് 25 ചോദ്യവും അറ്റൻഡ് ചെയ്യണം. അപ്പോൾ ഓക്കെ, താങ്ക് യു. എല്ലാവരും നന്നായിട്ട് എഴുതുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.